ഹെയർ ഡൈ ഉപയോഗിച്ചാൽ കേന്ദ്ര സർക്കാർ പണി തരും. കേന്ദ്ര ഡ്രഗ്സ് കൺട്രോൾ വിഭാഗമാണ് ഹെയർ ഡൈക്കെതിരെ പുതിയ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഒട്ടുമിക്കവരും ഉപയോഗിക്കുന്നതാണ് ഹെയർ ഡൈ. 30-40 വയസ്സു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നരയകറ്റാനാണ് കൂടുതലായും ആളുകൾ ഹെയർ ഡൈ ഉപയോഗിക്കുന്നത്. പുരുഷന്മാർ താടിയും മുടിയും ഹെയർ ഡൈ ചെയ്യുന്നത് പതിവാണ്. ഇതിനു പുറമെ പലതരത്തിലുള്ള നിറങ്ങൾ തലമുടിയിൽ തേച്ച് പിടിപ്പിക്കുന്നതും അടുത്തിടെ വ്യാപകമാണ്. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡ് കൗൺസിൽ ഓർഗനൈസേഷനാണ് ഹെയർ ഡൈയുടെ ദൂഷ്യവശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബ്യൂട്ടി പാർലറുകളിലും ബ്യൂട്ടി ക്ലിനിക്കുകളിലും നഗരഗ്രാമ ഭേദമന്യേ ഇന്ത്യയിൽ എല്ലായിടത്തും ഹെയർ ഡൈ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഹെയർ ഡൈയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളാണ് മാരകമായ അസുഖങ്ങൾക്കും കാരണമാകുന്നത്. ഹെയർ ഡൈയിൽ എന്തെല്ലാം കെമിക്കലുകൾ ചേർത്തിട്ടുണ്ടെന്ന് കൃത്യമായി ആരും ശ്രദ്ധിക്കാറില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ പ്രധാനമായി ഉണ്ടാക്കുന്ന PPD, പാരഫിലിയൻ ഡിയാമിൻ എന്ന രാസവസ്തു ശരീരത്തിൽ തടിപ്പ്, അലർജി എന്നിവ ഉണ്ടാക്കും. ഹെയർ ഡൈയിൽ ചേർക്കുന്ന അമോണിയ മുടിയുടെ ബാഹ്യവശങ്ങളിലേക്ക് കടന്നു ചെന്ന് മുടിയെ വേവിച്ച് നിറം മാറ്റുന്നു. ഇത് ഏറെ അപകടകരമായ പ്രക്രിയയാണ്. ഹൈഡ്രജൻ ബോറോക്സൈഡ് ഉപയോഗിക്കുന്നത് മൂലം പൊള്ളൽ, തടിപ്പ് എന്നിവയുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. ലൈസോൺ എന്ന രാസവസ്തു ശരീരത്തിലെ ഹോർമോണിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. ലെഡ് ആസിഡ് എന്ന രാസവസ്തു ഗർഭിണിയായ സ്ത്രീകൾക്ക് ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എഥനോൾ എന്ന രാസവസ്തു ചർമ്മരോഗങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ്. കൂടുതൽ നിറം കിട്ടാനായും കൂടുതൽ കാലം നിലനിൽക്കുന്നതിനായും കൽക്കരി, ടാർ തുടങ്ങിയ വസ്തുക്കളിലെ അംശങ്ങളും ഹെയർ ഡൈയിൽ ഉപയോഗിക്കുക പതിവായിട്ടുണ്ട്. ഹെയർ ഡൈയിൽ എന്തെല്ലാം കെമിക്കലുകൾ ചേർത്തിട്ടുണ്ടെന്ന് കവറിലോ കുപ്പിയിലോ കൃത്യമായി രേഖപ്പെടുത്തി കാണാറില്ല. ഏറെ നാളത്തെ പഠനത്തിനു ശേഷമാണ് സെൻട്രൽ ഗവൺമെന്റ് ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങുന്നത്. ആദ്യഘട്ടമെന്നോണം ഹെയർ ഡൈക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്താനാണ് കൂടുതൽ സാധ്യത. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കമ്പനികളുടെ ഹെയർ ഡൈകൾ വിറ്റഴിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ മികച്ച കരിയർ സ്വപ്നം കാണുന്നവർക്ക് സുവർണാവസരം. വടക്കാഞ്ചേരിയിലെ പ്രശസ്ത എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രേംകുമാർ വിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാക്സ് ഹെയർ ഹോസ്പിറ്റൽ പുതുതലമുറയ്ക്ക് മികച്ച ജോലി സാധ്യതകൾ ഒരുക്കുന്ന BSS അംഗീകൃത ഡിപ്ലോമ കോഴ്സുകളായ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നീ പാരാമെഡിക്കൽ കോഴ്സുകളുടെ 2026-28 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കാനുള്ള അവസരം. കോൺടാക്ട് 0488423231 9188401013. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.